കാക്കോട്ട് തിരിയോ? ആ അടിപൊളി മോനെ, ഒരു അഴുക്ക് സാധനം കംപ്ലീറ്റ് ഇപ്പൊ കോടെ. ഹലോ ഗൈസ്, നേഴ്സ് ബഡ്മെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിൽക്കുന്നത് ഊട്ടി അല്ലെങ്കിൽ ഉത്തരമണ്ഡലത്തിലാണ്. നമ്മൾ ഡിസംബർ മാസത്തിലെ അടിപൊളി ക്ലൈമറ്റാണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. കാത്തറിൻ വാട്ടർഫോളിലേക്കാണ് ആദ്യ ദിവസം പോകുന്നത്. ഊട്ടിയിലേക്ക് മസനഗുഡി വഴിയുള്ള യാത്ര എന്ന് പറയുന്നത് ഓരോ മലയാളികളുടെയും ഇഷ്ടപ്പെട്ടൊരു റൂട്ടാണ്. അതിൻ്റെ കാരണം ഈ ഫോറസ്റ്റ് റൂട്ടിൻ്റെ ഭംഗി തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടിപൊളി കാട്ടാനകളെയും കടുവയും കാട്ടുപന്നിയും കരടിയൊക്കെ കണ്ടിട്ട് ഒരു അടിപൊളി യാത്ര നമുക്ക് സമ്മാനിക്കുന്ന റൂട്ടാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. പിന്നെ ഈ റൂട്ടൊന്ന് വൈറലായതിനു ശേഷം ഇതാണ് അവസ്ഥ കേട്ടോ. എത്ര കൺജസ്റ്റ് ആണെങ്കിലും ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അധികവും മസനഗുഡി വഴി തന്നെയാണ് പോകാറുള്ളത്. ഒരൊറ്റ സങ്കടമേ ഉള്ളൂ, ഇത്രയും തവണ പോയിട്ട് പോലും ഒരാനയെ പോലും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. മസനഗുഡി കഴിഞ്ഞിട്ട് ഹെയർ പിൻ വളവ് ഏകദേശം 5 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭംഗി മാത്രമല്ല, തണുപ്പും കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ നീലഗിരിയിൽ ഇപ്പോൾ ഒരു പർപ്പിൾ കളറിൽ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. നാട്ടിൽ നിന്ന് ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത ആര് വന്നു കഴിഞ്ഞാലും ഊട്ടിയിലെത്തിക്കഴിഞ്ഞാൽ ക്യാരറ്റ് കഴിക്കും. നമ്മുടെ ലാലേട്ടൻ ചായയുടെ കാര്യം പറയുന്ന പോലെയാണ്, ഊട്ടിയിലേക്ക് എത്തുന്നവരും ക്യാരറ്റിൻ്റെ ടേസ്റ്റ് കൂടും. നമ്മളെ ഊട്ടിൽ വന്നിട്ട് ഒലീവ് പ്ലസൻറ്റ് സ്റ്റേ എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. റൂമിൽ ഇഷ്ടം കാണിച്ചു തരാം. അത്യാവശ്യം നീറ്റും ക്ലീനും ആയിട്ടുള്ള റൂമാണ്. ഇവിടെ പുറത്ത് നോക്കിയാൽ അടിപൊളി കാഴ്ചയൊന്നുമില്ല. അപ്പുറത്തൊരു വീട് കാണാം, പിന്നെ TV ഉണ്ട്, കബോർഡ്, പിന്നെ കുറച്ച് സ്പേസ് ഉള്ളൊരു അലമാരുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിലൊരു ബ്ലാങ്കറ്റാണ്. ഇത് ബെഡിൻ്റെ ഏകദേശം ഒരു പകുതിയോളം കട്ടിയുണ്ട്. അപ്പോൾ ഇത് കിടക്കാൻ നല്ല സുഖമാണ്. ഞാൻ വീഴാൻ പോയി. നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമുണ്ട്. പക്ഷേ ബാത്റൂമിൻ്റെ സാധാരണ ബാത്റൂമിൽ ഒരു സോപ്പ് വയ്ക്കാറുണ്ട്, നമുക്കിവിടെ സോപ്പൊന്നും കിട്ടിയില്ല. അത് ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ഇതാ ഒരു ഫുൾ സൈസ് മിററുണ്ട്. ഗൈസ് ഒരു കമൻറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഗൈസ് നവംബർ മാസം നമ്മൾ ഊട്ടിയിലേക്ക് വന്ന് സ്റ്റേ നിന്ന് കാത്തറിൻ വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ പോണ വഴിക്ക് ഇവിടെ തന്നെ ഒരു വെയിൽ കണ്ടപ്പോൾ നിർത്തിയിട്ടതാണ്. കാരണം ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. കോടയൊന്നുമില്ല, പക്ഷേ ആകെ ഐസായി. ഇതാ ബാക്കിലൊരാൾ തണുത്ത് കരയാൻ തുടങ്ങി. ഒരു രക്ഷയില്ല ഗൈസ്. പോകുന്നുള്ളൂ, അടിപൊളി ക്ലൈമറ്റാണ്. എല്ലാവരും പോകുന്നുള്ളൂ. ക്ലൈമറ്റ് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. നീലഗിരി താഴ്വരകളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിക്കും നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷേ അവർക്ക് ഇത് ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. വഴിയിൽ നല്ല അടിപൊളി കാട്ടുതേൻ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടനെ പിടിച്ചിരുത്തി ഒരു ഹാഫ് ബോട്ടിലോളം ഞങ്ങൾ കാട്ടുതേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊത്തഗിരി റൂട്ടിലൂടെ പോവാണ്. ഇപ്പോൾ നമ്മൾ കാത്തറിൻ വാട്ടർഫാൾ എത്താനായി. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്, ഒന്ന് ജസ്റ്റ് കണ്ടു വെക്കുക. ഊട്ടിയിൽ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ കൂണൂർ, കൊത്തഗിരി ഭാഗങ്ങളൊക്കെ ഇതുപോലെ കുറച്ച് ഭംഗി കൂടിയ സ്ഥലങ്ങൾ. ഞാൻ അധികവും ഊട്ടിയിൽ വരുന്ന സമയത്ത് ഗാർഡനിലും ലേക്കിലൊന്നും പോവാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തപ്പിപ്പിടിച്ച് പോകാറാണ് പതിവ്. കാരണം അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലുള്ള ഉൾഗ്രാമം. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാ ഈ ഒരു റൂട്ടിൽ ഇത്രത്തോളം കാട്ടുപോത്തുകളെ കാണാൻ പറ്റുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഇത്ര തൊട്ടടുത്തായിട്ട് കാട്ടുപോത്തുകൾ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെയിലി റൊട്ടീനിലെ ഓരോ കാഴ്ചകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് ഇനി ഏകദേശം കാത്തറിൻ വാട്ടർഫാളിലേക്ക് ഒരു 2 കിലോമീറ്ററൂടെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. വാട്ടർഫാളിനേക്കാളും ആ പോകുന്ന റൂട്ട് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഊട്ടിയിലേക്ക് പലപ്പോഴും വരുന്ന സമയത്ത് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കാത്തറിൻ വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഊട്ടിയിലെ വളരെ തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭംഗി അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം ഇവിടെ വേസ്റ്റ് ഡിസ്പോസലോ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള യാതൊരുവിധ മാനിപ്പുലേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കാത്തറിൻ വാട്ടർഫാളിൻ്റെ വ്യൂവിൽ എത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്ന് താഴത്തേക്കുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഗൂഗിളിൽ കണ്ടിരുന്നത് അങ്ങനെ അല്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാമറ കാണിച്ചു തരാം. ഞാൻ പൊതുവെ ഈ വാട്ടർഫാൾ എന്ന് പറയുന്ന സംഭവം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കാത്തറിൻ വാട്ടർഫാൾ എന്ന് പറയുന്ന ഊട്ടിയിലെ സ്ഥലം. ഈ സ്ഥലങ്ങളൊക്കെ ഊട്ടിയിൽ നിന്നും ഏകദേശം ഒരു 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ബൈക്ക് കൊണ്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ വാട്ടർഫാൾ ദൂരെ നിന്ന് കാണാനല്ല മാത്രമേ ഉള്ളൂ, പിന്നെ സൗണ്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വാട്ടർഫാൾ തന്നെയാണ് കാത്തറിൻ വാട്ടർഫാൾ. അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്ന റൂട്ട് തന്നെയാണ് കൊത്തഗിരി ടു കാത്തറിൻ വാട്ടർഫാൾ റൂട്ട് എന്ന് പറയുന്നത്. സോ ട്രൈ കമൻറ്റിങ്. നമ്മൾ അടുത്തൊരു
അവൻ്റെ മോനെ ഒരു അഴുക്ക് സാധനം, ഒരു സൈസ് നോക്കി, അടിപൊളി. കാക്കോട്ട് തിരിയോ? ആ അടിപൊളി. പോട്ടെ. അത് കഴിഞ്ഞിട്ടും ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ പിന്നെയും കണ്ടിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഊട്ടി നമ്മൾ സ്റ്റേ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ 5 കാലമായിട്ടുണ്ട്. കോട നമ്മളെ കൊടൈക്കനാലിലൊക്കെ പോലെ മുകളിലോട്ട് കയറി വരികയാണ്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. കംപ്ലീറ്റ് ഇപ്പോൾ കോട വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മഴമുള്ളത് അവിടെ. അപ്പോൾ ചെറിയൊരു തണുപ്പ് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓവർകോട്ടൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വന്നതല്ലേ. ഈ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ടൈം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഗാർഡനിലേക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെറിയ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക എല്ലാവരും. അവർ കൂടിയില്ലേ? നല്ല തണുപ്പ് കൂടുതലുണ്ടല്ലോ. നമ്മൾ എൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത പാട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കിന്നക്കുറയുടെ അടുത്ത അടിപൊളി സീരീസ് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് വെയിറ്റ് ഫോർ ദ പാർട്ട് 2.